ഹലോ, എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ, പ്രൊമോ അല്ല. ഇന്നത്തെ എപ്പിസോഡിൽ കല്യാണിയുടെയും കിരണിൻ്റെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് അറിയാം. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. അതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ രാഹുലിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്. അപ്പോൾ വിളിക്കുന്നത് മറ്റാരുമല്ല, ആ ഗുണ്ടകളാണ്. അപ്പോഴത്തേക്കും രാഹുൽ കോൾ അറ്റൻഡ് ചെയ്യാണ്. എന്താടാ, നിങ്ങൾക്കൊക്കെ എന്താ കാര്യം? ഞാൻ പറഞ്ഞൊന്നും കേൾക്കാണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗുണ്ട പറയാണ്, ഞാനൊരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് വിളിച്ചതെന്ന് പറയാണ്. അപ്പോൾ രാഹുൽ പറയാണ്, പറഞ്ഞ എമൗണ്ട് തന്നിട്ട് പോലും നിന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, പിന്നെ എന്ത് സന്തോഷ വാർത്ത പറയാനായിട്ടാണ് നീ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ ഗുണ്ട പറയാണ്, ആ കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അവളുടെ കൊച്ചിനെ ഞങ്ങളിങ്ങ് പൊക്കിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും രാഹുൽ ആകെ കൂടെ ആണോ, അതെന്തായാലും നന്നായി എന്ന് പറയാൻ കേട്ടോ. എങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, നീ ആ കൊച്ചിനെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാ. കുട്ടീനെ തട്ടിയെടുത്തൊന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം നീ മറക്കൊന്നും വേണ്ട, അതും കൃത്യമായിട്ട് ചെയ്യണം. എന്തായാലും കല്യാണത്തിന് പകരം ഒരു കൂട്ടക്കരച്ചിൽ നടക്കട്ടെ. ആദ്യം നമുക്കിത് അവരെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യും, ആ പെണ്ണിൻ്റെ ആങ്ങളേനെ വിളിച്ച് തന്നെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. കിരണിനെ വിളിച്ചിട്ട് കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രഹസ്യം പറയാനായിട്ടാണ് രാഹുൽ പറയുന്നത്. അവരവിടെ കിടന്ന് പൊട്ടി പൊട്ടി കരയട്ടെ. അപ്പോഴേക്കും ഗുണ്ട പറയാണ്, ശരി സാർ, അതങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം സാർ, പക്ഷെ പറഞ്ഞ എമൗണ്ടിൽ യാതൊരു തരത്തിലുള്ള കുറവും സംഭവിക്കരുതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രാഹുൽ പറയാണ്, അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല, എമൗണ്ട് തന്നിരിക്കും എന്ന് പറയാൻ കേട്ടോ. അടുത്ത സീനിൽ കിരണും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ കിരൺ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം പെങ്ങളുടെ കല്യാണം നടക്കുകയല്ലേ, ഇത്രയും നേരം അളിയനെ കാണുന്നില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് കിരണിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. കോൾ വിളിച്ചത് മറ്റാരുമല്ല, ഗുണ്ടയാണ് കേട്ടോ. കിരണാണെങ്കിൽ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. തിരിച്ചു വന്ന കിരണിൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല. എന്തോ ഒരു വിഷമം കിരണിൻ്റെ മുഖത്ത് ഇങ്ങനെ സേനൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേനൻ ചോദിക്കുകയാണ്, ആരാ മോനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിരൺ പറയാണ്, അതൊന്നുമില്ല അത് വെറുതെ ആരോ വിളിച്ചതാന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് കിരൺ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രസേനനും അതുപോലെ തന്നെ അഗസ്റ്റിനും ഒരു സംശയം തോന്നുകയാണ്, എന്തോ ഒരു കാര്യമില്ലേ എന്ന് തോന്നുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രസേനൻ അഗസ്റ്റിനോട് ചോദിക്കുകയാണ്, കിരണിൻ്റെ മുഖത്ത് എന്തോ ഒരു പന്തികേടില്ലേ ചായാന്ന് ചോദിക്കുകയാണ്. അഗസ്റ്റിൻ സേനനോട് പറയുകയാണ്, എന്തോ ഒരു പന്തികേട് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയണം കേട്ടോ. അടുത്ത സീനിൽ കല്യാണിനെയും സോണീനെയും ഒക്കെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ കല്യാണി സോണീനെ ഒന്നും കൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്താണ് കിരൺ അവിടേക്ക് വരുന്നത്. കല്യാണീനെ വിളിക്കുന്നുണ്ട്, ഒന്നിങ്ങ് വരാൻ പറയാണ് കേട്ടോ. വേഗം തന്നെ കിരൺ കല്യാണിനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് കല്യാണിയോട് പറയാണ്, അതെ, ഞാൻ നീ പറയുന്ന കാര്യം നീ ആരോടും പറയരുത്, ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കല്യാണം പറയണേ, എന്തായിരുന്നു ഏട്ടാ പറയുന്ന പറയാണ്. അപ്പോഴത്തേക്കും പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും മുഹൂർത്തത്തിന് കല്യാണം നടക്കണം. അപ്പോൾ കല്യാണിക്കൊക്കെ ടെൻഷനായി, എന്തേ പറയുന്നത്, എന്താ കാര്യം എന്ന് പറയും. അപ്പോഴത്തേക്കും കിരൺ പറയാണ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ചാരുമോള് ശ്രദ്ധിക്കണം എന്ന്. ഇപ്പോൾ ചാരുമോളെ ഇവിടെ കാണാനില്ല, ചാരുമോളെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയേക്കാന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ കല്യാണിയുടെ കൺട്രോൾ മുഴുവൻ പോവുകയാണ്. കല്യാണി ആകെ കൂടെ അസ്വസ്ഥയാവുകയാണ് കേട്ടോ. കാരണം ചാരുമോളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഉൾക്കൊള്ളാനായിട്ട് കല്യാണിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ കിരൺ പറയണേ, അവൻ തന്നെയായിരിക്കുള്ളൂ രാഹുൽ, കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്ത അടുത്ത പദ്ധതി ആയിരിക്കുള്ളൂ ഇതെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കല്യാണിക്ക് എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നൊന്നും കിട്ടുന്നില്ല. കല്യാണം ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കല്യാണി കിരണിനോട് ചോദിക്കുകയാണ്, അല്ല ചാരുമോളെ എവിടേക്കാണ് കൊണ്ടുപോയിക്കുന്നത് ചോദിക്കുമ്പോൾ കിരൺ പറയണം, അതെനിക്കറിയില്ല, ഞാനെന്തായാലും ചാരുമോളെ അന്വേഷിച്ചൊന്ന് പോട്ടെ. ഒരു കാര്യം ചെയ്യും, ഞാനീ പോയിരിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും നീ ആരോടും പറയണ്ട, കുഞ്ഞിനെ കാണാതെ ആയതോ നീ ആരോടും പറയണ്ട, ഇപ്പോൾ എന്തായാലും മുഹൂർത്തത്തിന് കല്യാണം നടക്കട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കിരണേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന് വയ്ക്കുകയാണ്. നിനക്ക് എന്താണോ വായി തോന്നുന്നത് അപ്പോൾ ആ സമയത്ത് അങ്ങനെ തന്നെ പറഞ്ഞേക്കാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കല്യാണിയോട് കിരൺ പറയുകയാണ്, അതും നിനക്ക് എന്താണോ ആ സമയത്ത് പറയാൻ തോന്നുന്നത് ആ രീതിയിൽ പറഞ്ഞു, പക്ഷെ ആരും ഒന്നും അറിയരുത്, കല്യാണം മുടങ്ങുകയും ചെയ്യരുതെന്ന് പറയാണ് കേട്ടോ. എന്തായാലും ഞാൻ മോളെ അന്വേഷിച്ചൊന്ന് പോട്ടെ, എന്തായാലും അധികം നേരമൊന്നും ആയിട്ടില്ല അവൾ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയിട്ട്, അപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരത്തേക്കൊന്നും പോകാനായിട്ട് സാധ്യതയില്ല, എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ച് പോട്ടെ. ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുകയാണ്, നിൻ്റെ മുഖത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവരുത്, അതുകൊണ്ട് ആരും മനസ്സിലാക്കരുത് നീ പറയുന്നത് കള്ളമാണെന്ന്, അത് ഞാൻ പ്രത്യേകം പറയാൻ കേട്ടോ. കല്യാണം ഒരു സമയത്ത് ഒരു കാരണവശാലും മുഹൂർത്തം കഴിഞ്ഞ് പോകരുത് എന്ന് പറയാൻ കേട്ടോ. മുഹൂർത്തത്തിന് തന്നെ കല്യാണം നടക്കണം എന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കിരൺ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ.
അങ്ങനെ കിരൺ പോവുകയാണ്. അപ്പോൾ കല്യാണി കയറി വരാണ് കേട്ടോ. കയറി വരുന്ന സമയത്ത് സേനൻ ചോദിക്കുകയാണ്, അല്ല കിരൺ എന്താ മോള് നിന്നോട് പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ നിന്ന് എന്തോ സംസാരിച്ചിട്ട് അവനെന്താ എങ്ങടെ പോണേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത്. അപ്പോഴത്തേക്കും കല്യാണി പറയാണ് അതൊരു അത്യാവശ്യമായിട്ടൊരു കോള് വന്നു, അപ്പോൾ ആരെയോ കാണാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സേനൻ ചോദിക്കുകയാണ് അല്ല ഈ സമയത്തോന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയണം ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞാൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ചാൽ കല്യാണി സോണിയുടെ അടുത്ത് നിൽക്കുകയാണ്. കല്യാണിയുടെ മുഖത്ത് ആ ടെൻഷൻ കണ്ടിട്ട് സോണി ചോദിക്കുകയാണ് അല്ല കല്യാണി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ്. കിരണേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് കേട്ടോ സോണി. അപ്പോഴത്തേക്കും കല്യാണി പറയാണ് ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്ത് പോയേക്കാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രൂപ ചോദിക്കുകയാണ് അല്ല ഈ സമയത്ത് അവൻ പുറത്തു പോയിരുന്നു, ഇതിപ്പോൾ തന്നെ കല്യാണം നടക്കുമെന്ന് അവൻ അറിഞ്ഞൂടെ, മുഹൂർത്ത സമയമായി, അപ്പോൾ അവൻ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കാണുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുത്തുകയോ ചെയ്താൽ പോരായിരുന്നോ, അവൻ ഈ സമയത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയായിരുന്നു. അപ്പോൾ കല്യാണി പറയാം അല്ലമ്മ എന്തോ അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കല്യാണിയുടെ മുഖം ശ്രദ്ധിച്ച രൂപയ്ക്കൊരു പന്തികേട് തോന്നുകയാണ്. അപ്പോൾ രൂപ കല്യാണിയോട് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ മറ്റെന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയാം ഒരു പ്രശ്നമില്ലമ്മേ എന്ന് പറയാൻ കേട്ടോ. അതിനിടയിൽ സോണി ചോദിക്കുകയാണ് അല്ല മോളെ കണ്ടില്ലല്ലോ, ഞാൻ മോളെവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയാണ് അത് പിന്നെ മോള് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാണ്. ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒറ്റയ്ക്കല്ല മുത്തശ്ശൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ് കേട്ടോ. അവൾ തന്നെ കളിക്കില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയാണ് എന്തായാലും മുഹൂർത്തമായല്ലോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് പറയാണ്. അപ്പോൾ സോണി പറയാം ഇല്ല കിരണേട്ടൻ വരാതെ ഞാൻ പോയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും കല്യാണി പറയാണ് അയ്യോ സോണി പേടിക്കണ്ട, കിരണേട്ടൻ ഇപ്പം തന്നെ വന്നോളൂല്ലോ, അപ്പോൾ നമ്മളെന്തിനാണ് കിരണേട്ടന് വേണ്ടി വെച്ച് താമസിക്കുന്നത്, കിരണേട്ടൻ ഇപ്പം അങ്ങ് എത്തിക്കോളും, വാ നമുക്ക് പോവാം പിന്നീട്ടിന് പോകാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ രജിസ്ട്രാറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രജിസ്ട്രാറിൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ സോണിയാണെങ്കിൽ കിരണിനെയും അതുപോലെ തന്നെ ചാരുവിനെയും ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാരുമോളെ കാണുന്നില്ല, കിരണിനെയും കാണുന്നില്ല. അപ്പോൾ സോണി ചോദിക്കുകയാണ് അല്ല കിരണേട്ടനും ചാരുമോളും എന്ത് ചെയ്ത് ചോദിക്കുകയാണ്, അവരിതുവരെ കണ്ടില്ലല്ലോ, കിരണേട്ടൻ വന്നില്ല, ഇനി മോളുമായിട്ടാണോ പുറത്ത് പോയേക്കണേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കല്യാണിക്ക് എന്ത് പറയണമെന്നൊരു പിടി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കല്യാണി ആകെ ബബ്ബതുള്ളതാണ്. അതേസമയം തന്നെ കല്യാണിയുടെ വായിൽ പെട്ടെന്ന് വന്നൊരു നുണാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരുമോൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. അപ്പോൾ അത് കാരണം കിരണേട്ടൻ അവളെയും കൊണ്ട് ക്ലിനിക്കിൽ പോയേക്കാണെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ സോണി അങ്ങ് കരയാൻ തുടങ്ങി. അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഓർത്ത് സോണി അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും കല്യാണി പറയാണ് ഒരു ചെറിയൊരു ഛർദിയാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സോണി പറയാണ് എന്നിട്ട് എന്താ നീ എന്നോട് പറയാതിരുന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയാണ് അല്ല കിരണേട്ടൻ പറഞ്ഞു നിങ്ങളെ പേടിപ്പിക്കേണ്ട, പിന്നെ കിരണേട്ടൻ വന്നില്ലെങ്കിലും മുഹൂർത്ത സമയത്തിന് കല്യാണം നടക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് കിരണേട്ടൻ പോയത്, കിരണേട്ടൻ വന്നോളും, ഇവിടെ കല്യാണം നടക്കട്ടെ എന്ന് പറയാണ് കേട്ടോ നമ്മുടെ കല്യാണി. അടുത്ത സീനിൽ രാഹുലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാഹുലിനെ ആ ഗുണ്ടകൾ വിളിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ കുട്ടിയും കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഇടത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയാണ്. സാറ് പെട്ടെന്ന് ഇങ്ങ് വരണം എന്ന് പറയാണ്. അപ്പോൾ രാഹുൽ പറയാണ് ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയം തന്നെ സോണിയാണെങ്കിൽ ആകെ പരിഭ്രാന്തിയിലായി. കുഞ്ഞിന് വയ്യാന്ന് കേട്ടോടുകൂടി സോണിയുടെ റിലേ മുഴുവൻ കട്ടായിട്ടോ. അപ്പോൾ സേനൻ ചോദിക്കുകയാണ് മോളെ അവൻ ഏത് ക്ലിനിക്കിലാണ് പോയെന്ന് പറയുമ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കല്യാണി പറയും ഇവിടെ അടുത്തുള്ള ക്ലിനിക്കിലാണെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് പറയാണ്. മോളെ ഏത് ക്ലിനിക്കിലാണെന്ന് പറ, അച്ഛൻ ചെന്ന് അന്വേഷിച്ചോളാം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയണ അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു ഛർദിയും അതുപോലെ തന്നെ തലകറക്കും അല്ലേ, എന്തായാലും ഏട്ടൻ കുട്ടീനെയും കൊണ്ട് വന്നോളും. കിരണേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം മുഹൂർത്ത സമയത്ത് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ആൽബി പറയാൻ കേട്ടോ അതിനിപ്പോൾ ഇവിടെ നടക്കുന്നത് മുഹൂർത്തമൊക്കെ നോക്കി കെട്ടാനായിട്ട് മുന്നോട്ടൊന്നുമല്ലല്ലോ, രജിസ്റ്റർ മാരേജ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കിരൺ വന്നിട്ട് മതി കല്യാണം എന്ന് ആൽബി പറയാൻ കേട്ടോ. അപ്പോൾ അഗസ്റ്റിനും പറയാണ് അത് ശരിയാണ്, ഇന്നിപ്പോൾ എത്ര വൈകിയാലും കുഴപ്പമില്ല, കിരൺ വന്നിട്ട് മതി കല്യാണം എന്ന് പറയാണ്, കിരണും കുഞ്ഞും വന്നിട്ട് മതി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയണേ അല്ല നിങ്ങൾ മുഹൂർത്ത സമയം കളയല്ലേ, നിങ്ങൾ ഇപ്പോൾ തന്നെ കല്യാണം നടത്താൻ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സോണി ചോദിക്കുകയാണ് അല്ല കല്യാണി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, കല്ലുമോനാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നിനക്ക് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെയല്ലേ ചാരുമോൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണിയാണെങ്കിൽ ആകെ കൂടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എന്ത് പറയണം എന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ പറയണം എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് മുഹൂർത്ത സമയത്തിന് കല്യാണം നടക്കണം എന്ന് പ്രത്യേകം കിരണും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കല്യാണി എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സംഭവം ഇവിടെ നടക്കുന്നുമില്ല. അപ്പോൾ കല്യാണി ആകെ കൂടെ ടെൻഷനാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡുകളിൽ മാത്രമാണ് കല്ലുമോളെ കിരൺ കണ്ടെത്തുമോ, രക്ഷപ്പെടുത്തുമോ, ആൽബിയുടെയും അതുപോലെ തന്നെ സോണിയുടെയും കല്യാണം അതേ മുഹൂർത്ത സമയത്ത് നടക്കുമോ മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പ്ലീസ്.